കണ്ണേട്ടനോട് പറയണമെങ്കിൽ പറയാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. അതേ കൂട്ടുകാരെ, നമ്മുടെ മഹാലക്ഷ്മി ലേഖയോടും അനന്തുവിനോടും ആ ഒരു സത്യം തുറന്നു പറയുകയാണ്. അപ്പൊ ലേഖ ഇത് കേട്ടപാടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അനന്തു ആണെങ്കിലും ശരി അങ്ങനെ തന്നെ. എന്നിട്ട് മഹാലക്ഷ്മി നമ്മുടെ ലേഖയുടെ മുന്നിൽ കൈകൂപ്പി പറയുന്നുണ്ട്, ലേഖയ്ക്ക് വേണമെങ്കിൽ ഇത് കണ്ണേട്ടനെ അറിയിക്കാം, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി കൈകൂപ്പി മാപ്പ് പറയുന്നുണ്ട് ഇവരുടെയൊക്കെ മുന്നിൽ. എന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ട്. ശേഷം മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് ഞെട്ടി അങ്ങോട്ടേക്ക് സൈഡിലേക്ക് നോക്കുന്നുണ്ട്. ഇനി അവിടെ അനന്തുവിനെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അവിടെ കണ്ണൻ ഇത് എല്ലാം കേട്ട് നിൽക്കുന്നുണ്ടോയിരുന്നോ എന്നുള്ളത് സംശയം തന്നെയാട്ടോ കൂട്ടുകാരെ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രതാപന്റെ അവിടെയാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ മുത്തശ്ശി നോക്കുമ്പോൾ മുറിയിൽ പ്രതാപനെ കാണുന്നില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ആരോ മുത്തശ്ശിയുടെ പിന്നിൽ നിന്ന് വന്ന് ഷോൾഡറിലേക്ക് ഇങ്ങനെ കൈവെക്കുന്നുണ്ട്. ഇനി അത് ആരാണ്, പ്രതാപൻ തന്നെയാണോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണന്റെ അച്ഛന്റെ പ്രേതമാണോ എന്നുള്ളത് നമുക്ക് അറിയണം കേട്ടോ. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത്. അപ്പൊ കണ്ണൻ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ മഹാലക്ഷ്മിയുടെ അടുത്ത് പ്രതികരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. കുറെ ദിവസമായി നമ്മളിത് ചർച്ച ചെയ്യുന്നു, ഇതുവരേക്കും ആ നിമിഷം എത്തിയിട്ടില്ല. ഇനി അത് എത്തുമ്പോൾ നമ്മുടെ കണ്ണൻ നമ്മുടെ മഹാലക്ഷ്മിയെ വെറുക്കുകയാണെങ്കിൽ പരമ്പര അത്യാവശ്യം ബോറായി പോകും അല്ലെ. ഇനി നമ്മുടെ മാർക്കോ പറഞ്ഞതുപോലെ ഇത് തുറന്നു പറയുന്നതാണ് നല്ലത് എന്ന് കരുതി നമ്മുടെ മഹാലക്ഷ്മി തന്നെ കണ്ണനോട് തുറന്നു പറയുകയാണെങ്കിൽ ചിലപ്പോൾ കണ്ണനെ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. കാരണം മഹാലക്ഷ്മി ഇതിൽ മനഃപൂർവ്വം ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ. രണ്ടാനച്ഛന്റെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം കണ്ണന് നല്ലോണം അറിയുകയും ചെയ്യാൻ താനും. അപ്പൊ എന്തായാലും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇങ്ങനെ ഒളിച്ചു വെക്കുമ്പോഴാണ് പ്രശ്നം ഗുരുതരമാകുന്നത് എല്ലാ സ്ഥലത്തും അല്ലെ. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.